ഞാനൊരു പാവമാണ് സാർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധിയാണ് സാർ. അങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. ഞാൻ ഒറിജിനലെ പിടിക്കാറില്ല. നിരപരാധിയെ പിടിച്ചിട്ട് അവനിലൂടെ ഒറിജിനലെ അയ്യോ, ഞാനെന്ത് കുറ്റമാണ് സാർ ചെയ്തത്? അവിടെ ചോദിക്കുക. KL01A999 തന്റെ വണ്ടിയാണോ? അതിപ്പോ ആണല്ലോ. അതാണ് കുറ്റം. എടോ, ആ വണ്ടിയുടെ പിന്നിൽ എത്ര കേസാണെന്ന് എനിക്കറിയാവോ? അപ്പൊ അതും കൊണ്ട് നടക്കുന്നവനെ ഞാൻ പിടിക്കണ്ടേ? പിടിച്ചു. നിരപരാധിയാണ് സാർ. ഞാൻ ഫോൺ നോക്കിക്കോട്ടെ സാർ. ഒരു മിനിറ്റ് അച്ഛാ, ഒരു കാരണവശാലും അയാളുടെ കൂടെ പോരുത്. എങ്ങനെങ്കിലും മുങ്ങണം. ശരി സാർ. ഇന്നോവ പുതിയത് തന്നെ. എപ്പോഴും ഞാൻ അയക്കുന്നതല്ലേ. അയച്ചേക്കാം സാർ. നല്ല സമയത്ത് സാറ് വിളിച്ചത്. പ്രോബ്ലം ഒന്നുമില്ല സാർ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ സാർ. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇന്നോവ അയക്കാൻ ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഈ ഫോൺ കോൾ തട്ടിപ്പാണ്. അല്ലെങ്കിലോ ഇവിടെ താനെന്റെ പണി കളയിക്കല്ലേ. സാറെ പൊക്കോളൂ സാർ. കൂട്ടത്തെ എന്നിട്ട് പാര പണിയല്ലോ കേട്ടോ. സാർ ഈ കാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഹോട്ടലിന് മുന്നിൽ വാച്ച്മാനായിട്ട് നിൽക്കേണ്ടി വരും. ഇക്കണക്കിന് പോലീസുകാർ അകത്ത് വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണോ അണ്ണാ? ഞാൻ കുറച്ച് ബിസിയാണ്. പകരം നിന്നെ കൊണ്ട് പോകാൻ പറ. സൗകര്യം കിട്ടുമ്പോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. സാറേ, സാറേ, ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങൂന്ന്. അവൻ മുങ്ങി. മുങ്ങിയോ? ഓ അല്ല, അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറ് കേട്ടില്ല. സാറേ, നമുക്ക് ആ വണ്ടിയുടെ പുറകെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണത്? എന്റെ ജോസഫെ, തന്റെ പോലീസ് ബുദ്ധി ഇപ്പോഴും തന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ. ഇടോ, ആരോ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി. സംസാരിച്ച് കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ പിന്നാലെ പോയി ഈ പോലീസ് ജീപ്പിലെ ഡീസൽ തന്റെ മൂപ്പിനാൽ അടിക്കുവോ? അതെ. നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണം. എന്താണെന്നറിയോ, നിന്നെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള മറുപടി എന്നിട്ട് പോയാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങണം. സാജ, നിനക്ക് സംഭവിച്ചത് എന്താണെങ്കിൽ നമുക്ക് പരിഹാരം കാണാം. പക്ഷെ കാര്യം എന്താന്ന് പറയണം പ്ലീസ്. സാജ, നമ്മൾ പരാജയപ്പെട്ടാൽ എനിക്കിനി വീട്ടിൽ പോലും കയറാൻ കഴിയില്ല. ഇവൻ മിണ്ടില്ല, ഈ പട്ടി മിണ്ടത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്. അതൊക്കെ നീ കേൾക്കണം. നീ മാത്രം കേൾക്കേണ്ടതാ. നിനക്ക് കിട്ടിയ പണം ജാനകിയുടെ. അതേടാ, അവളുടെ കുടുംബം വിറ്റ് വകை കിട്ടിയതാ ആ 1.5 കോടി. ഒരു തട്ടിപ്പ് സംഘം ചതിച്ചതാ. പോലീസിനെ ഭയന്ന് ഓടുന്ന വഴിക്ക് നിന്റെ വണ്ടി കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് പോയതാ. നമ്മളിങ്ങനെ വിലസിയത് മുഴുവൻ ആ പാവം ജാനകിയുടെ കാശുകൊണ്ടാ. കൂട്ടത്തോടെ മരിക്കാൻ പോയതാ. ഞങ്ങളവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ജാനകി വീണ്ടും ഓഫീസിൽ വരാനും തുടങ്ങി. ഡാ, ഇനി ഞാൻ പറഞ്ഞ ഡീലൊന്നും വേണ്ട. തൽക്കാലം 1 കോടി രൂപ നിന്റെ കയ്യിലില്ല, അതൊന്ന് കൊടുക്കാം. ബാക്കിക്ക് കുറച്ച് സമയം പറയാം. രൂപ ജാനകിയുടെ വീട്ടിലെത്തിച്ച ശേഷം മാത്രമേ അവൾ ഈ കാര്യം അറിയാൻ പാടുള്ളൂ. അതിനു മുമ്പ് നീ കയറി പറയരുത്. മണിരത്നം പുതിയ പടം എടുക്കുന്നു. തൃഷയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് നീ പോയി കണ്ടാ മതി. വളരെ വളരെ മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കട്ടെ സാർ? എടുക്ക്. നല്ല ടേസ്റ്റാ സാർ. ഇതാ സാർ.